നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ബാർബി തീംഡ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പേപ്പർ എടുക്കുന്നുണ്ട്. പിങ്ക് കളർ പേപ്പറാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് പേപ്പർ എടുത്തിട്ട് അതിൽ ഇതുപോലെ ഇങ്ങനെ ബാർബീന്ന് അവിടെ എവിടെയൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു പാറ്റേൺ പേപ്പർ പോലെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡാർക്ക് പിങ്ക് സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ ഷേപ്സ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ലൈറ്റ് പിങ്ക് കളർ സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടയിലുള്ള ഗ്യാപ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ ഫ്ലവർ ഡിസൈൻ വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയുള്ള പാറ്റേൺ പേപ്പർ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളുടെ പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മൂന്നായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. സെല്ലോ ടേപ്പിന് പകരമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടും ഈ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ മൂന്നാമത്തെ മടക്ക് ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പിൽ ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു പേപ്പർ പൗച്ചിൻ്റെ ഒരു ലുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതേ പേപ്പറിന് രണ്ട് ഇതുപോലത്തെ സ്ട്രിപ്പുകൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ സ്ട്രിപ്പ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ സ്ട്രിപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് കുറച്ച് വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് നമ്മളൊരു ബാർബിയുടെ ഇമേജ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ താഴത്തെ ആ ഒരു സ്ട്രിപ്പിൻ്റെ മേലെ നമ്മൾ ബാർബീനും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ലുക്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു പെൻസിൽ പൗച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാർബീനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കപ്പാണ് വേണ്ടത്. പ്രിൻ്റൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് പിങ്ക് കളർ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് പിങ്ക് കളർ പേപ്പറാണ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. ഇനി അത് ഉണങ്ങുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ഒരു പിങ്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈന് വരച്ചിട്ട് ഒരു സ്ട്രിപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ ഒരു സ്ട്രിപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കപ്പിൻ്റെ മേലെ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ബാർബിയുടെ ഇമേജാണ് എടുക്കുന്നത്. മിക്കവാറും എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും ഈ ഡോളൊക്കെ മേടിക്കുമ്പോൾ ബാർബിയുടെ ഡോളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കവർമേലൊക്കെ ഈ ഒരു ബാർബിയുടെ ഇമേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അതെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാർബിന്ന് എഴുതിയതും കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ പെൻ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഡ്രസ്സിൻ്റെ ഒക്കെ പ്രൈസ് ടാഗില്ലേ, അതാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് നമ്മൾ അതിന് ചുറ്റും ഒരു പിങ്ക് കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ 2 കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു ഹോൾ പഞ്ച് വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ താഴെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ലൈറ്റ് പിങ്ക് കളർ റിബൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ഹോളിൽ കൂടെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ബാർബീന്ന് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ബ്ലാക്കിൽ ബാർബീന്ന് എഴുതിയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഗ്ലിറ്റർ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പ് മിസ്സായി പോയതാണ്. പിന്നെ ഒരു ബാർബിയുടെ ഇമേജും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലാക്ക് പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ 2 സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ബാർബിയുടെ ഇമേജ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഏകദേശം മിഡിലിൽ വരുന്ന രീതിയിൽ ഒട്ടിക്കാൻ നോക്കണം. ഇനി നമ്മൾ രണ്ടാമത്തെ ബ്ലാക്ക് സർക്കിളിൻ്റെ മേലെ ഇതുപോലെ ബാർബീന്ന് എഴുതിയതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് പോർഷനൊക്കെ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ബാർബിയുടെ മേലെ ഒന്ന് ഇങ്ങനെ ഗ്ലിറ്റർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിങ്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു തിളക്കത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ആ ബ്ലാക്ക് പേപ്പറിൽ നിന്ന് ജസ്റ്റ് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ പെന്നിൻ്റെയോ പെൻസിലിൻ്റെയോ ചുറ്റിലും ഒന്ന് ഈ സ്ട്രിപ്പ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒരു എൻഡ് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത 2 സർക്കിൾസ് ഒന്ന് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഡിസൈനർ സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ ഒന്ന് കേർവ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം സാധാരണ സിസർ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ കേർവ് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഗ്ലിറ്റർ ഗ്ലൂ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ സ്റ്റോൺസ് ഒക്കെ ഇട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ബാർബി തീംഡ് പെൻ ടോപ്പർ അല്ലെങ്കിൽ പെൻസിൽ ടോപ്പർ റെഡി ആയിട്ടുണ്ട്. അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസാണ് എടുക്കുന്നത്. അപ്പോൾ A4 സൈസിൻ്റെ കുറച്ച് വലിയ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് ഒടിഞ്ഞു പോകാത്ത രീതിയിലുള്ള കാർഡ്ബോർഡ് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ പേപ്പേഴ്സാണ്. അപ്പോൾ ബാർബി തീം ആയതുകൊണ്ട് തന്നെ പിങ്ക് കളർ പേപ്പേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ ലൈറ്റും ഡാർക്കും പിങ്ക് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഗ്ലൂ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ കോർണേഴ്സിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് ഈ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. രണ്ട് ഷെയ്ഡും പകുതി പകുതി വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ പുറത്തേക്ക് വരുന്ന പേപ്പറൊക്കെ ഒന്ന് ബാക്കിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നല്ല നീറ്റായിട്ടൊരു ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു പ്രിൻറ്റും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കളർ പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതിന് ബ്രൗൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വിടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം പാറ്റേൺ പേപ്പർ പോലെ ബാബിന്ന് അവിടെ ഇവിടെയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാബിയുടെ ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ മേലെ മൊത്തമായിട്ട്. അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൊത്തമായിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്കിനി ഇതുപോലത്തെ 2 പീസ് കാർഡ്ബോർഡ് എടുക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു എക്സാം പാഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പേപ്പർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലിപ്പ് വേണ്ടേ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ അതിനെയും പിങ്ക് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ഡിസൈൻ തന്നെ നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ മേലെയും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പേപ്പർ ക്ലിപ്പ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തുണിക്ക് കുത്തുന്ന ക്ലിപ്പില്ലേ അതെടുക്കാം. അപ്പോൾ അതെടുത്തിട്ട് ആ ക്ലിപ്പിൻ്റെ 2 സൈഡിലായിട്ട് ഈ കാർഡ്ബോർഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സിമ്പിളായിട്ട് ഒരു എക്സാം പാഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ക്രാഫ്റ്റും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതായിരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.